വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടുക്കുന്നു. പഞ്ചാരക്കൊല്ലി നൗഫലിൻ്റെ വീടിനടുത്താണ് ഇപ്പോൾ കുറച്ച് സമയത്തിന് മുമ്പ് ഈ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ പ്രദേശത്ത് RRTയുടെ നേതൃത്വത്തിൽ വലിയൊരു ഡ്രോൺ പരിശോധനയൊക്കെ നടത്തി. ഇപ്പോഴും ഈ ഡ്രോൺ പരിശോധന തുടരുകയാണ്. ഈ കടുവയെ കണ്ടെത്തിയാൽ ഒന്നുകിൽ അതിനെ കൂട്ടിലിട്ട് പിടിക്കുക, അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള നീക്കം. ഈ കടുവയെ, ഈ നരഭോജിയായ കടുവയെ എത്രയും പെട്ടെന്ന് വെടിവെച്ച് കൊല്ലണം എന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഈ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുകയാണ്. തൊട്ടടുത്ത് കടുവയുണ്ട് എന്നറിയുന്ന ഒരു ജനതയുടെ ഭീതിയുടെ വികാര വായ്പകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുർജിത്ത്, ശരിക്കും പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എനിക്കറിയാം ഈ കടുവയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം ഫുൾ ടൈം താങ്കൾ ഈ പഞ്ചാരക്കൊല്ലിയിലെ ആളുകൾക്കൊപ്പമുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് എന്താണ് പഞ്ചാരക്കൊല്ലിയിൽ? ഇന്ന് വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു പഞ്ചാരക്കൊല്ലിയിൽ. പ്രത്യേകിച്ച് ജനങ്ങളുടെ പ്രതിഷേധം. ആ പ്രതിഷേധം എന്ന് പറയുന്നത്, പ്രതിഷേധത്തിന് ആധാരമായത് കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഉടനീളം ഉന്നയിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ ഒരു ഭേദവുമില്ലാതെ എല്ലാവരും ഒരുപോലെ പറയുന്നത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. അഥവാ അത് കൂട്ടിലായാലും സ്വാഭാവികമായും വെടിവെച്ച് കൊല്ലുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കണം എന്നുള്ള ആവശ്യം ഒരുപോലെ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ADM അവിടെ എത്തി ചർച്ച നടത്തി. ഒപ്പം CCF ഉൾപ്പെടെയുള്ളവർ, CCF, DFO ഉൾപ്പെടെയുള്ള എല്ലാവരും, വനംവകുപ്പിന്റെ മേധാവികൾ എല്ലാവരും ഇവിടെയുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉണ്ട്. RRT സംഘമുണ്ട്. വനംവകുപ്പിന്റെ കാവലുണ്ട്. പക്ഷേ ഇതിനിടയിൽ വീണ്ടും കടുവാ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന കാര്യം. അതായത് രാധ കടന്നുപോയ ആ വഴിക്ക് സമീപം, അതായത് രാധയെ ഭർത്താവ് അച്ചപ്പൻ ആക്കിയ വഴി, ആ വഴി കടന്ന് ആണ് രാധ ഈ തോട്ടത്തിലേക്ക് പോകുന്നത്. ആ വഴിക്ക് സമീപത്തുള്ള ഒരു രണ്ട് വീടുകൾക്ക് സമീപത്താണ് ഇങ്ങനെ കടുവയുടെ സാന്നിധ്യം വീണ്ടും ഇന്ന് വൈകിട്ട് കണ്ടത്. തേയിലത്തോട്ടങ്ങൾ അതിരിടുന്ന ആ മേഖലയിൽ നൗഫൽ എന്ന് പറയുന്ന, ഷാനവാസ് എന്ന് പറയുന്ന, അല്പസമയം മുമ്പ് നമ്മുടെ എൻകൗണ്ടറിൽ സംസാരിച്ച ഷാനവാസ് എന്ന് പറയുന്ന ആളുടെ വീട്, ആ വീടിൻ്റെ, നൗഫലിൻ്റെ വീടിൻ്റെയും അടുത്തായി കടുവ എത്തി. ഒരാളല്ല കണ്ടത്, ആ കുടുംബത്തിലുള്ള എല്ലാവരും കണ്ടു. കുട്ടികൾ കണ്ടു, സ്ത്രീകൾ കണ്ടു. അങ്കലാപ്പ് വിട്ടുമാറാത്ത വിധത്തിലാണ് അവരുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത്രയധികം വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് ആളുകൾ പോകുന്നു. RRT സംഘം ഉടൻ തന്നെ വിവരമറിയിച്ചതനുസരിച്ച് ആ മേഖലയിലേക്ക് പോയി. ഡോക്ടർ അരുൺ സക്കറിയ സർവ്വസന്നാഹങ്ങളോടും കൂടി ആ മേഖലയിലേക്ക് പോയി തെരച്ചിൽ നടത്തി. പക്ഷേ കടുവയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് വീണ്ടും കടുവാ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പഗ്മാർക്കടക്കം ഉള്ള പരിശോധന നടത്തിയതാണ്. പക്ഷേ കരിയിലകൾ വീണ് കിടക്കുന്ന ഒരു മേഖലയാണത്. ചതുപ്പായിട്ടുള്ള മേഖലയല്ല. ആ പ്രദേശം കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പഗ്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ആ മേഖലയിൽ കടുവയുണ്ട് എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പ് തന്നെ നടത്തുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ, അതായത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്ത് കടുവ സാന്നിധ്യമുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. അതിനിടയിലാണ് ഈ കടുവ ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങി വന്നിട്ടുള്ളത്. ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. നരഭോജിയാണ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഈ മേഖലയിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ സ്വാഭാവികമായുള്ള ആശങ്ക ജനങ്ങൾ ഒരുപോലെ പങ്കുവെക്കുന്നു. കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ള ആവശ്യത്തിന് ശക്തി ഏറുന്ന സാഹചര്യവും അതുതന്നെയാണ്. ആളുകളുടെ ഭയാശങ്ക തന്നെയാണ്. പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശം രാധയുടെ മരണത്തിന് ശേഷം അതിൻ്റെ 2ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ, സംസ്കാരം ഇന്ന് പൂർത്തിയായതിനു ശേഷമാണ് വലിയ രീതിയിലുള്ള ജനരോഷം ഇരമ്പുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വരെ തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് നാട്ടുകാർ എത്തിയത്. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിൽ വിവിധ ആവശ്യങ്ങളുണ്ട്. അവിടെ ജീവിക്കുന്ന ആളുകളുടെ സുരക്ഷ, അതോടൊപ്പം അവിടെ എസ്റ്റേറ്റിൽ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ആളുകളുടെ സുരക്ഷ, അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭയാശങ്കയോടുകൂടി തന്നെയാണ് ആളുകൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശത്ത് നമുക്ക് അറിയിക്കാനുള്ളത്. വനംവകുപ്പ് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയും ഡോക്ടർ അജേഷ് മോഹൻദാസും ഡോക്ടർ ഷാനവാസും അടക്കമുള്ള വെറ്റിനറി സംഘം ഈ മേഖല കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. രാത്രി തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരും. പക്ഷേ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് മൊത്തം കാടാണ്, ഇടതൂർന്ന വനമാണ്. അതുകൊണ്ട് തന്നെ തേയിലത്തോട്ടങ്ങളാണ്, കാപ്പിത്തോട്ടങ്ങളാണ്. ഇതിനകത്ത് കടുവ മറഞ്ഞാൽ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ കാര്യമാണ്. രാവിലെ ഡ്രോൺ പരിശോധനയിൽ ഒപ്പം തന്നെ ഈ കൂടുതൽ ക്യാമറകൾ, ലൈവ് ക്യാമറകളും ഒപ്പം തന്നെ അതോടൊപ്പം മറ്റ് ക്യാമറ ട്രാപ്പുകളുമെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പക്ഷേ ഈ കടുവ കേരളത്തിൻ്റെ
ബേസിലില്ലാത്ത കടുവ എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുകയാണ്. ഒരുപക്ഷെ വനംവകുപ്പ് കേരളത്തിൽ നടത്തിയ സെൻസസിൽ ഉൾപ്പെടാത്ത കടുവയായിരിക്കാം, അല്ലെങ്കിൽ കർണാടകയുടെ വനമേഖലയിൽ നിന്ന് കടന്നു വന്നതായിരിക്കാം. തൊട്ടടുത്ത് നാഗർഹോളെ നാഷണൽ പാർക്കും ബന്ദിപ്പൂർ നാഷണൽ പാർക്കും അതിലിടുന്ന ആ മേഖലയാണ്. കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്നു. അവരുടെ നടുക്കം വിട്ടുമാറാത്ത സ്ഥിതിയുണ്ട്. നാളെ വനം മന്ത്രി ജില്ലയിലേക്ക് എത്തുന്നു. അദ്ദേഹം ഇവിടെ ഈ വീട് സന്ദർശിക്കുമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരണം. നാളെ എന്തായാലും കൽപ്പറ്റയിൽ ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും. ജാഗരൂകരായി വനംവകുപ്പ് സംഘം RRT സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതര ജില്ലകളിൽ നിന്ന് പോലുള്ള RRT സംഘത്തെ ഈ മേഖലയിലേക്ക് കൂടുതൽ നിയോഗിക്കുന്നുണ്ട്. കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് SKN ഈ പഞ്ചാരക്കൊല്ലിയിൽ ഉള്ളത്. ഓക്കെ, താങ്ക് യു. തുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകി.